ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ, അല്ലെങ്കിൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ക്രിസ്മസിങ് എത്താറായില്ലേ, നമുക്ക് കുറച്ചധികം ക്രിസ്മസ് ക്രാഫ്റ്റ്സ് ഉണ്ടാക്കിയാലോ? വർഷത്തിൽ ഒരു തവണ വരുന്നതായതുകൊണ്ട് എന്താണെന്നറിയില്ല, എനിക്ക് ക്രിസ്മസ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫെസ്റ്റിവൽ ആട്ടോ. അപ്പോൾ നമുക്ക് ഇത് അടിച്ചു പൊളിക്കാം. ഇത്തവണ 2025 ക്രിസ്മസ് നമുക്ക് പൊളിക്കാം. അതിനായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ 7 ക്രാഫ്റ്റ്സ് ആട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത്. പോകെ നമുക്ക് കുറച്ചധികം കാണിച്ചു തരാം. അപ്പോൾ റൂം മേക്കോറൊക്കെ പ്ലാൻ ചെയ്യുന്നവർ എൻ്റെ കൂടെ കൂടിക്കോ, കാരണം ഞാൻ അതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഹണി കോംബോൾ ഉണ്ടാക്കാം. ഇത് ക്രിസ്മസിൽ ഈ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കിയിടാൻ ഒരു ക്രാഫ്റ്റാണ്. ഇനി ക്രിസ്മസ് ട്രീയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചുമരിൽ ഒട്ടിച്ച് വെക്കാനും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇത് ഉണ്ടാക്കാനായിട്ട് വെറും 2-3 പേപ്പർ മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് എന്തോരം വലുപ്പം വേണം അതിനായിട്ട് എടുക്കാം. 2 പേപ്പറിൽ നമുക്ക് 16 ഇതുപോലത്തെ സർക്കിൾ എടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് 3.5 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന വലുപ്പത്തിലുള്ള സർക്കിളാട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇനി ഫൈനലിൽ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹണി കോംബോൾ റെഡിയായി. അപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ റെഡും വൈറ്റ് തീമാണല്ലോ. അപ്പം ഞാൻ കൂടുതലും റെഡ് വൈറ്റ് ബേസ്ഡ് ആണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ വേറെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ വർഷത്തിനുള്ളിൽ 1K ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നിട്ട് നമ്മളിപ്പോൾ 1Kയുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആദ്യം ശ്രമിച്ചാൽ നമുക്ക് ഇത്തവണ 1K അടിക്കാം. 1K നമുക്ക് വേണമെങ്കിൽ 2K ആക്കാം. 2K ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ 1K എന്തായാലും ആക്കാൻ പറ്റും. അപ്പം നിങ്ങളൊക്കെ ഒപ്പം കൂടിക്കോ. അപ്പം നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കുറച്ച് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിലും ഗ്ലിറ്റർ ഉണ്ട് കേട്ടോ, ഗ്ലിറ്റർ ഇല്ലാണ്ടൊന്നും ഒരു കളിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഹണി കോംബോൾ. അപ്പോൾ നമുക്കിനി റൂം ഡെക്കറിലൊക്കെ കാണിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ക്രിസ്മസ് ഫ്രണ്ട് എന്തായാലും എടുക്കാറായി. ഇപ്പോൾ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി നമുക്ക് ക്രിസ്മസ് ഫ്രണ്ട് എടുക്കേണ്ട സമയത്ത് തപ്പിപ്പോയി കഷ്ടപ്പെട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട, എന്ത് വാങ്ങിച്ചു കൊടുക്കും ഒരേപോലെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കാം. എനിക്ക് നല്ലൊരു ക്ലിയർ കുപ്പി കിട്ടിയില്ല, ഞാൻ നല്ലൊരു കുപ്പിയിൽ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഈ ഗ്രീൻ ടീ ഇല്ലേ, അതിൻ്റെ ഞാൻ എടുത്തിട്ട് അതിൻ്റെ സാധനം വേറെ ഒരെണ്ണത്തിലേക്ക് മാറ്റിയിട്ട് അതെടുത്തു. ഞാൻ മാക്സിമം കളയാൻ നോക്കി, പക്ഷേ ആ സ്റ്റിക്കറിൻ്റെ പശ ഇച്ചിരി ഇരിപ്പുണ്ട്, അതാണ് ഇച്ചിരി ക്ലിയർ ആവാത്ത കാര്യം. പക്ഷെ നിങ്ങൾ ശരിക്കും നല്ലൊരു കുപ്പി ക്ലിയർ എടുത്തു കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിരിക്കും. ഞാനത് ഒന്നും കൂടെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മുടെ സീക്വൻസും ഗ്ലിറ്ററും പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. നിങ്ങൾക്കിപ്പോൾ ബേബി ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ ഗ്ലിസറിൻ ഉണ്ടെങ്കിലൊക്കെ അത് ഒഴിച്ചാൽ ബെസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് നമ്മൾ എന്തിങ്ങനെ ട്രീയോ ക്രിസ്മസ് ട്രീയോ വെള്ളത്തിൽ നനയാത്ത എന്തും നിങ്ങൾക്ക് അതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതാക്കി കഴിഞ്ഞാൽ സംഗതി ഇതാണ്. ഇത് കുറച്ചും കൂടെ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഇതിപ്പോൾ ലൈറ്റിൻ്റെ എഫക്റ്റ് കാരണം കുറച്ചും കൂടെ ക്ലിയർ ആവുന്നില്ല, അല്ലെങ്കിൽ നേരിട്ടാണ് അടിപൊളിയാണ്. ഇനി നമുക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമാണ് ക്രിസ്മസ് സ്റ്റാർ. അപ്പം നമ്മൾ പലതരത്തിലുള്ള ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി വലിയൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാം. ഞാനിപ്പോൾ നമ്മുടെ 3D സ്റ്റാർ ഇല്ലേ, അതാട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പേപ്പർ മതി. അത് ഇതുപോലെ നമ്മൾ ഈ സ്ക്വയറിൽ ഇട്ടിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പശ ഒന്നും വേണ്ട, ഇത് ഒട്ടിക്കാനൊന്നുമില്ല. ഇത് 3D സ്റ്റാർ ആണല്ലോ. മറ്റേതുപോലെ ജസ്റ്റ് ഇതുപോലെ വെട്ടി കൊടുക്കുക, മടക്കി കൊടുക്കുക, അതൊക്കെ മതി. നമുക്ക് ഒട്ടിക്കാൻ പശയുടെ ഒന്നും ഒരു ആവശ്യമില്ലാത്തൊരു അടിപൊളി, ഇത് പെട്ടെന്ന് ഉണ്ടാക്കി തീരാൻ പറ്റുന്ന സ്റ്റാർ ആയിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ പറ്റും, ആ കാര്യത്തിൽ സംശയമുണ്ട്. ഈ സ്റ്റാർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്റ്റാർ ആയിക്കോ. അപ്പോൾ ഇതുപോലെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ സംഗതി റെഡി. ഇനി ഓരോ ആ മടക്കില്ലേ, അതൊന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പൊന്തി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഉള്ളൂ, നമ്മുടെ സ്റ്റാർ റെഡിയായി. അപ്പോൾ ക്രിസ്മസ് സ്റ്റാറിന് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കളയാൻ വെച്ചിരിക്കുന്ന ഐസ്ക്രീം സ്റ്റിക്കില്ലേ, അതൊക്കെ എടുത്തിട്ട് ഓടിപ്പോരെ. വേറെ നമുക്ക് ഈ ക്രിസ്മസ് ട്രീയിലെ മേളിലൊക്കെ വെക്കുന്ന സ്റ്റാർ കണ്ടിട്ടില്ലേ, അതുണ്ടാക്കാം. ക്രിസ്മസ് ട്രീ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും വിഷമിക്കണ്ട. ഇനി ക്രിസ്മസ് ട്രീ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഈ റൂം ഡെക്കറേറ്റ് ചെയ്യാനും ഇതെടുക്കാം, അടിപൊളിയായിരിക്കും. എന്നിട്ട് 5 സ്റ്റിക്ക് മതി. 5 സ്റ്റിക്ക് ഇതുപോലെ നമ്മൾ സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗൺ എടുക്കുക. നമ്മൾ സാധാ ഗ്ലൂവിൽ ഒട്ടൂല കേട്ടോ. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഈ 10 രൂപയ്ക്ക് അതിന് സ്റ്റിക്ക് മേടിക്കാൻ കിട്ടും. അത് ജസ്റ്റ് നമ്മൾ ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്താലും ഗ്ലൂ ഗണ്ണിൻ്റെ എഫക്റ്റ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ സാധാ പശയില്ലേ അത് തേച്ചെടുത്തിട്ട് നമ്മളിന്ന് പരത്തി കൊടുത്തിട്ട് അതിലേക്ക് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ ആകെ ഒരു ഗ്ലിറ്റർ ഉള്ളൂ, സിൽവർ. ഞാൻ സിൽവറിൻ്റെ മാത്രമേ മേടിച്ചുള്ളൂ. ഞാൻ റെഡ് തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയില്ല റെഡ്. അപ്പോൾ സിൽവറും കൊണ്ട് ഞാൻ എല്ലാം സിൽവർ ആക്കി. പക്ഷേ സിൽവർ അടിപൊളി തന്നെയാണ്. എനിക്ക് റെഡ് ആയിരുന്നു കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഈ ഗ്ലിറ്റർ ഇല്ലേ അതിൽ കുറച്ച് പെയിൻറ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാലും നമുക്ക് ആ ഒരു ഇത് കിട്ടും. അപ്പോൾ ഇത് ഇത്ര ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് കുറേ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസിൻ്റെ വൈബുള്ളത് കുറേ കാർഡ് മേക്കിങ്ങും അതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ കാണാനുള്ളവരൊക്കെ നമ്മുടെ ഇതിൽ പോയി കാണാം ഷോർട്സിൽ. ഇനി അത് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ടോ ഞാൻ എടുക്കാൻ. ഇനി നമുക്കൊരു കുഞ്ഞൻ മാലാഖിനെ ഉണ്ടാക്കാം. ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാൻ, ഗിഫ്റ്റ് കൊടുക്കാൻ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാനത് ട്രൈ ചെയ്യാം കേട്ടോ.
ഇത് കുറേ പേർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അപ്പം നമ്മുടെ കുഞ്ഞു മാലാഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ക്രീം പേപ്പർ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇനി വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ റെഡ് പച്ച എന്താണ് എടുക്കാം. ഇനി തല വേണമല്ലോ, അതിനായിട്ട് നമ്മൾ രാശിക്കായ ലിഗൂലി എന്ന് പറയും, അതാണ് എടുക്കുന്നത്. അതുകൊണ്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തെർമോക്കോൾ ബോളോ അല്ലെങ്കിൽ വലിയ ബീഡ് ആണെങ്കിലും എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ വേണമല്ലോ ക്രിസ്മസ് ട്രീയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ ഒട്ടിച്ച് വെക്കാനൊക്കെ ആയിട്ട്. അതിന് നമ്മൾ ഇതുപോലെ അടുക്കളയിൽ ചെന്ന് തപ്പിയാൽ നമ്മുടെ പകുതി സാധനങ്ങളും കിട്ടും. ഇത് ജാമിൻ്റെ അടുപ്പില്ലേ, അതാണ്. ഇതിലേക്ക് നമ്മുടെ സാന്റാക്ലോസിന് ഒട്ടിച്ചു, കുറച്ച് പഞ്ഞി ഒട്ടിച്ചു, കുറച്ച് ബീഡ്സ് ഒട്ടിച്ചു, ഗ്ലിറ്റർ ഇട്ടു, സംഗതി റെഡിയായി. അതുപോലത്തെ മൂടി അങ്ങനെ എന്തെങ്കിലും അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോരെ നിങ്ങൾക്ക് ഇതും സെറ്റാക്കി എടുക്കാം. ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു 2-3 മിനിറ്റ് ഒക്കെ മതി. ഇനി ലാസ്റ്റ് നമ്മുടെ സ്നോഫ്ലേക്ക് ആട്ടോ, പേപ്പർ സ്നോഫ്ലേക്കാണ്. ഞാനിത് മിക്സ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കാൻ, റെഡും വൈറ്റും. നിങ്ങൾക്ക് റെഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ റെഡും വേറെ കളർ ചെയ്യാം, വൈറ്റ് ആയിട്ട് ചെയ്യാം. ഞാൻ റെഡും വൈറ്റും കൂടി ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് 3 പേപ്പർ എടുത്തുള്ളൂ ഉണ്ടാക്കാൻ. ഒരു പേപ്പറിൽ നിന്ന് തന്നെ 2 കഷ്ണം നമുക്ക് വെട്ടിയെടുക്കാം മടക്കിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റം വരെ വെട്ടി കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇതുപോലെ ഞാനിങ്ങനെ തിരിച്ച് മടിച്ചൊക്കെ നോക്കി വെച്ചേക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിൽ ലൈൻ വരച്ചു കൊടുക്കുക. അതായത് അതിൻ്റെ അറ്റം വരെ നമ്മൾ വെട്ടാതിരിക്കാൻ ഈക്വലായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇനി കുഞ്ഞിതായിട്ട് കുറേ വേണോ അല്ലെങ്കിൽ വലുതായിട്ട് വേണോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ മുറിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ഇതായിട്ടാട്ടോ മുറിക്കുന്നതുള്ളൂ. എന്നിട്ട് ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റം വരെ കൊണ്ടുവരുന്നത്, നമ്മൾ ആ വരച്ചില്ലേ ആ ഭാഗം വരെ കൊണ്ടുപോവുക. ഇത്രയുള്ള സംഗതി. ഇനി തുറക്കുക. ഇനി ഓൾട്ടർനേറ്റ് ആയിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ 6 ഞാൻ എടുത്തിക്കണം, 3 വൈറ്റും 3 റെഡും. എന്നിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ഞാൻ എളുപ്പപ്പണിക്ക് പിന്നെ പക്ഷേ ഗ്ലൂ ഗൺ എടുത്തു. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സെലോ ടേപ്പ് ചെറുതായിട്ട് ഒട്ടിച്ചാലും മതി കേട്ടോ. എന്ന് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതായത് ഒന്ന് ഫ്രണ്ടിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വെച്ച് ബാക്കിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഓരോന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്നോഫ്ലേക്കിൻ്റെ ഒരു സാധനം റെഡിയായി. ഇതുപോലത്തെ 6 നിങ്ങൾ ഉണ്ടാക്കുക. ഇനി നിങ്ങൾക്ക് 6 വേണം, അതിൽ മേലിൽ വേണമെങ്കിൽ കുഞ്ഞതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഇതുപോലത്തെ 6 റെഡിയാക്കി എടുക്കുക. ഇനി ഞാൻ 3 സെറ്റായിട്ട് ഇതായിട്ട് ഒട്ടിച്ചത്. ആദ്യത്തെ റെഡ് വൈറ്റ് പിന്നെ വൈറ്റ് റെഡ് അങ്ങനെ 3 കൂടി തമ്മിൽ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഈ 3 കൂടെ ലാസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ നടുക്ക് നമ്മൾ ഈ 3 ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ആദ്യത്തെ 3 ഒട്ടിച്ചു, പിന്നത്തെ 3 ഇതുപോലെ നടുക്ക് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ സ്നോഫ്ലേക്കിൻ്റെ കാര്യം. ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതും കൂടെ നമ്മൾ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഓരോ പെറ്റലില്ലേ ഈ സംഭവത്തിൻ്റെ ഓരോന്നിൻ്റെ ഇടയിൽ കൂടെ മറ്റേതും ഒട്ടിച്ചു കൊടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് നമ്മൾ നടുക്കേ കൂടെ 2 കൂടെ ഒട്ടിച്ചു. ഇനി നമുക്ക് ഓരോന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒപ്പം കൂടിക്കോ, നമുക്ക് വൈബാക്കി തവണത്തെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ. ആൻഡ് ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി സൈഡ് ഓരോന്നും ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്നോഫ്ലേക്കും റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറ്റ് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ കീപ് വാച്ച് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇട്ട വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാം ഉണ്ടാക്കി നോക്കുക. ആൻഡ് താങ്ക് യു.